ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ തൊപ്പി എന്നല്ല നമ്മളെ സംഘിമാരാറെ ഊക്കി വിട്ട്, നമ്മളെ അഖിൽമാരല്ലേ ഓന് ഊക്കി വിട്ട്. തൊപ്പിനെ പല കാര്യങ്ങളും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് പലസ്തീന്റെ കാര്യത്തിൽ തൊപ്പി ഒരു ഊരി നിലപാട് അതിന് അന്ന് ഞാൻ തൊപ്പിനെ നല്ലോണം വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ തൊപ്പി ചെയ്ത കാര്യത്തിന് ഞാൻ തൊപ്പിന്റെ കൂടെ തന്നെയാണ്. അമ്മാതിരി ഊക്കാണ് നമ്മൾ അഖിൽമാരാർക്കെതിരെ തൊപ്പി ഊക്കി വിട്ടത്. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അയാളെ നല്ലത് തന്നെ പറയണം. അതുകൊണ്ട് തൊപ്പി നീ ഇന്നലെ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. സംഭവം എന്താ വെച്ചാല് ബിഗ് ബോസിൽ നടക്കുന്ന കുറച്ച് PR വർക്ക് ഉണ്ടല്ല, PR വർക്കുമായുള്ള കാര്യങ്ങളാണ് സംഭവം. ബിഗ് ബോസ് ആണെങ്കിലും തൊപ്പി ഊക്കിയത് നമ്മളെ മാരാറുടെ നിലപാടില്ലായ്മയാണ്. അതായത് ഒരു മണിക്കൂറിൽ മാരാറ് 10 നിലപാട് പറയും, പക്ഷെ മണിക്കൂറിൽ 15 വട്ടം മാരാറ് ആ നിലപാട് മാറ്റിക്കളയും. അങ്ങനെ മണിക്കൂറിന് നിലപാട് മാറ്റുന്ന അഖിൽമാരാറെ തൊപ്പി ഊക്കി വിട്ട ആ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന്. ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്കറിയാലോ. വിനുവിനൊന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങി വിനു പറഞ്ഞു? ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങി പറഞ്ഞു? വിനു എന്താ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണ് വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ലെന്നാണോ? അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്നത് എനിക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്യും. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ്? നിന്റെ പൈസ മേടിക്കാൻ നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? എങ്ങനെ ഗെയിം മൊമെന്റോ? അതിന്റെ അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ അതൊക്കെ PR ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കടാ. വാപ്പ നിന്റെ തന്തയാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിൽക്കുന്നത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോൾ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കരുത്? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാന്ന് പറഞ്ഞു. കേക്ക് ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? പബ്ലിക്കിൽ അല്ല പണം കൊടുത്തതിന് അതിന് സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്നക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോൾ തന്നക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പറ്റില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ. കള്ളന്മാരെടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്താ? പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താ ആ കാര്യം തന്നെ സംസാരിച്ചത്? എന്താ കേട്ടില്ല ഒന്നുകൂടി.
വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? എടാ പോടാൻ എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യം ചോദിച്ചത്. മാരാറെ ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ വിനു ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടുക്കും? ഒന്നാമത്തെ കാര്യം, എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ അല്ല, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞാൽ ആ PR നീ എന്താ ഉരുളെന്ന് നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം. നീ എന്താ ഉരുളെന്ന് കാര്യം ക്ലിയർ ആയിട്ട് പറ. വീണു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെ അതിന്റെ ഒരു കോൾ റെക്കോർഡ് എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാൽ അതിന്റെ ഒരു കോൾ റെക്കോർഡ് ഒന്ന് കേൾപ്പിച്ചാൽ നീ ഇപ്പൊ വീണൊന്ന് ആഡ് നീ വിളിയടാ. നീയല്ലേ തെളിവ് നടത്തുന്ന ആൾ, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെ ഇതെല്ലാം നീ വിഷയത്തിൽ നിന്ന് തെറ്റുന്നാക്കില്ലേ? നീ എന്താ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാണ് നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ ആകില്ല? വിഷയത്തിലേക്ക് ആകില്ലേ? നീ തെളിയിക്കേ. ഞാൻ പൈസ വാങ്ങേണ്ടത് നീ തെളിയിക്കാം. എടാ നീ പൈസ വാങ്ങി വീണ്ടും പച്ച നോണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. ഈ ഒരു തെളിവില്ലാണ്ട് നീ അങ്ങനെ പറയും എന്നാ ഞാൻ പറയുന്നു. അനുമോളിന്റെ കൂടെയുള്ള ശുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാരാട് പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാമോ? അപ്പം തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം. അങ്ങനെയാണോ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാണമില്ലാണ്ടാ? എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ ഭാഷ എടുത്തില്ലേ? നിന്റെ ഭാഷ ഞാൻ എടുത്തിട്ടടാ. അഖില നിന്റെ ഭാഷ ഞാൻ എടുത്തിട്ടെ. എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണിന്ന് വിളിക്കാൻ തുടങ്ങിയടാ. ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത്. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കാനടുത്ത് കൊടുക്കാനൊക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചോണ്ടല്ലോ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ, ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്താണ് എന്നെ കളിക്കുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാണ് കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരിവാങ്ങാൻ പോകുന്നത് എന്നെ വീട്ടിലായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിലെ കേക്ക് നീ ഒരു നാണം കെട്ടവരെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കണം. ഇതാണ് മാരാറുടെ അവസ്ഥ. അനുമോൾ എന്ന് പറഞ്ഞ കുലസ്തീനെ വിജയിപ്പിക്കാൻ വേണ്ടി PR എടുക്കുന്ന പൈസയും വാങ്ങിയിട്ട് അഹോരാത്രം 24 മണിക്കൂറും പണിയെടുക്കുന്ന ഈ വേട്ടാവളിയം പറയുന്നത് നമ്മളെ തൊപ്പി പൈസ വാങ്ങിന് അനീഷ് എന്ന് പറഞ്ഞൊരു ചങ്ങാനെ വിജയിപ്പിക്കാനൊന്നും പറ്റും. ഒരു തെളിവും ഇല്ലാണ്ട് തൊപ്പിക്കെതിരെ ആരോപണം ഉന്നയിക്കുക. ഈ പൈസ വാങ്ങിയിട്ട് PR വർക്ക് ചെയ്യുന്ന ഈ വേട്ടാവളിയൻ അഖിൽ മാരാറ് വിചാരിച്ച് എല്ലാടിക്കും വായ്ത്താളക്കിട്ട് വിജയിക്കുന്ന പോലെ തൊപ്പിന്റെ അടുക്ക് വിജയിക്കാൻ പറ്റുന്നു. തൊപ്പി പഴയ തൊപ്പി എങ്ങാനാണെങ്കിണ്ടല്ല മാരാറെ നീ തീർന്ന്. പക്ഷെ തൊപ്പി കുറച്ച് നല്ലതായതുകൊണ്ട് ഇത്രയും നിനക്ക് കിട്ടിയുള്ളൂ. കിട്ടിയത് കൊണ്ട് നീ സമാധാനപ്പെടുക. എന്തായാലും എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. നിങ്ങൾ ആലോചിച്ചേക്കട്ടെ, പൈസക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ വേണ്ടി ഒരു മടിയില്ലാത്ത മനുഷ്യനായിട്ട് ഈ അഖിൽ മാരാറെന്ന ചാണകമാരാറ് മാറിക്കഴിഞ്ഞു. അതായത് പണം കിട്ടിക്കഴിഞ്ഞാല് മാരാർ ആർക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട പണിയെടുക്കും. എന്ത് വൃത്തികെട്ട പണി മാരാറെടുക്കും. മാരാർക്ക് മുഖ്യം പണം മാത്രം. പണം മുഖ്യം മാരാറേ. എന്നിട്ട് പണത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പണിയെടുക്കുന്ന ഇവൻ വന്നിട്ട് വേറൊരാളെ കുറ്റം പറയാ. നാണോ മാനോ ഉളുപ്പുണ്ടാ മാരാറെ? മാരാറെ ഉദ്ദേശം എന്താ പറയാ? അടുത്ത ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസിന്റെ സീറ്റ് ഒപ്പിക്കണം. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എന്നേരം ചാണകത്തിൽ പോയി വിടും. അതായത് സംഖ്യയായിട്ട് മാറും. അത്രക്ക് പോലും നിലപാടില്ലാത്ത വേട്ടാവാളിനാണ് ഈ മാരാറ്. എന്തായാലും തൊപ്പി പല കാര്യങ്ങളിലും നിന്നോട് വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നിന്റെ കൂടെയാണ്. ഇക്കാര്യത്തിൽ നീയാണ് ശരി. നീ മാരാർക്ക് കൊടുത്തത് തന്നെയാണ് ശരി. ഊക്കല് എന്ന് പറഞ്ഞിട്ടല്ല, ഇതാണ് ഊക്കല്. പ്രോ മാക്സ് ഊക്കല്. ഇനി ആര് ഊക്കാൻ വേണ്ടി മാരാറെ നിന്റെ ജീവിതം ഇനി ബാക്കിയില്ല. നിന്റെ ജീവിതം നായി നക്കി മാരാറെ, നായി നക്കി. ഇനി മാരാറുടെ അടുത്ത പരിപാടി എന്തായിരിക്കും അറിയാം? ഇനി ഒരാഴ്ച തൊപ്പീനെ കുറ്റമല്ല വീഡിയോ ചെയ്യും. എങ്ങനെയെങ്കിലും നാണം കെട്ടാലും പൈസ മാത്രമേ മാരാർക്ക് വേണ്ടുള്ളൂ. എന്ത് നാണം കെട്ടാലും ആ നാറിയ നാറ്റത്ത് നിന്നും പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് മാരാറുടെ ലക്ഷ്യം. നാണം കെട്ടും പൈസ ഉണ്ടാക്കുന്ന മാരാറെ നിന്നോട് സഹതാപം മാത്രം. തൊപ്പി നീ പൊളിച്ച്. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.